ഗൈസ് അങ്ങനെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നു. ഇന്ത്യ ഒക്ടോബറിൽ ആ ഒരു ഫിഫ കലണ്ടറിൽ 2 മാച്ചസ് കളിക്കും. ഒന്ന് വിയറ്റ്നാമാണ്. വിയറ്റ്നാമിൽ വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത്, ഒരു ട്രൈ നേഷൻ ടൂർണമെൻറ്റ്. മറ്റൊരു ടീമെന്ന് പറഞ്ഞാൽ നമ്മൾ തിക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ലെബനാനാണ്. നമുക്കറിയാമല്ലോ, കുറേ മാച്ചസ് കഴിഞ്ഞ വർഷം നമ്മൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ്, സാഫ് കപ്പ്, അത് കഴിഞ്ഞിട്ട് മറ്റേ തായ് കിങ്സ് കപ്പ്, അങ്ങനെ കുറേ മാച്ചസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും ഇതാ നമ്മളുടെ ലെബനനുമായിട്ടൊരു മത്സരം കളിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇതിനു മുമ്പ് ചില ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിനും കൂടിയുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ടൂർണമെൻറ്റ്, അതിന് ആഫ്രിക്ക, മറ്റ് കരീബിയൻ റീജിയൻ, ഏഷ്യൻ റീജിയൻ എന്നൊക്കെയുള്ള ടീമുകളെ നോക്കുന്നുണ്ട്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ ഒരു കൺഫർമേഷൻ ഇനി നമുക്ക് പുറത്ത് വരേണ്ടതുണ്ട്. അതിനകത്ത് ഗാബോൺ പോലെയുള്ള രാജ്യമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. നമുക്കറിയാം, ഒബമിയാങ് കളിക്കുന്ന രാജ്യമാണ് ഗാബോൺ. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാം, ഈ ടൂർണമെൻറ്റിനെ പറ്റി. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമുക്ക് നിലവിൽ ഇനി ഈ ഒരു ഡിസംബർ, അതായത് വർഷാവസാനം വരെ കളിക്കുന്ന ഓരോ മാച്ചിലെ റിസൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് AFC ഏഷ്യൻ കപ്പിൻ്റെ ഇനിയൊരു ക്വാളിഫയേഴ്സ് വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡ്രോ നടക്കാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ ഈ വർഷം അവസാനമാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ പോട്ട് 1-ലാണ് അതിലുള്ളത്. ആ പോട്ട് 1-ൽ തന്നെയുള്ള 2 ടീമുകളാണ് ലെബനനും അതുപോലെ തന്നെ വിയറ്റ്നാമും എന്ന് പറയുന്നത്. അപ്പം അവർക്കെതിരെയുള്ള റിസൾട്ടുകൾ നമുക്ക് പോസിറ്റീവായി കഴിഞ്ഞാൽ, അതായത് ഇൻ കേസ് ഒരു മത്സരം ഡ്രോ ആകുകയും ഒരു മത്സരം വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോട്ട് 1-ലൊക്കെ നിലനിൽക്കാൻ സാധിക്കും. അതുപോലെ മറ്റ് ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിലെയും പിന്നെ നമുക്കൊന്ന് മാനേജ് ചെയ്താലായിട്ട് മതി എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോട്ട് 2-ലെ കാര്യം ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പം ഇന്ത്യ 124-ാം സ്ഥാനത്താണ് റാങ്കിങ്ങിലുള്ളത്, മലേഷ്യ 135-ാം സ്ഥാനത്താണ്, അവർ പോട്ട് 2-ലുമാണുള്ളത്. അപ്പം ഇവരുമായിട്ടുള്ള ഒരു റാങ്കിങ്ങിൻ്റെ ഒരു ദൂരം കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എങ്ങാനും പരാജയങ്ങൾ നേടുകയും മലേഷ്യ വിജയിച്ച് കയറുകയും ചെയ്തിട്ട് പോട്ട് 2-ലോട്ട് എങ്ങാനും ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നേരിടേണ്ടി വരുന്നത് ഒരുപക്ഷെ പോട്ട് 1-ൽ നിന്നുള്ള ടീമുകളെ നേരിടേണ്ടി വരും. അതായത് അതിൽ സിറിയയും തജിക്കിസ്ഥാനും പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആലോചിക്കുക, വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലേക്ക് വരുമ്പോൾ ഇനി റൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീമിന് മാത്രമേ ഡയറക്റ്റായിട്ടൊരു ക്വാളിഫിക്കേഷൻ ഇനി കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ തന്നെ നഷ്ടമാകും. അതിൻ്റെ ഒരു ഫോമാറ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഉറപ്പായിട്ട് നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. സോ എന്താണെങ്കിലും നമുക്ക് നിലവിലെ സാഹചര്യത്തിലും ഏഷ്യയിലെ ടോപ്പ് കൺട്രീസിന് ഫ്രണ്ട്ലി കളിക്കാൻ കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതില്ലാത്ത ടീമുകളാണ് ഈ പറഞ്ഞ വിയറ്റ്നാമും ലെബനനും ഒക്കെ. വിയറ്റ്നാമിലേക്ക് വരുമ്പം 116-ാം സ്ഥാനത്താണ് റാങ്കിങ്ങിലുള്ളത്. നമ്മൾ ഇടക്കാലത്ത് അവരായിട്ട് കളിച്ചിട്ട് ഒരു തോൽവിയൊക്കെ നേടേണ്ടി വന്നിരുന്നു. അന്ന് വിയറ്റ്നാം നന്നായിട്ട് കളിച്ചു വന്നിരുന്ന സമയമാണ്. എന്നാൽ 2024 തുടങ്ങിയതിന് ശേഷം വിയറ്റ്നാമിന് കണ്ടകശനിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരേതാണ്ട് 8 മാച്ചസ് AFC ഏഷ്യൻ കപ്പും വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സും ഒരു ഫ്രണ്ട്ലിലേക്ക് അടക്കം കളിച്ചു. അതിൽ ഒറ്റ മത്സരം മാത്രമാണ് അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. ഫിലിപ്പീൻസിനെതിരെ 3-2-നുള്ളൊരു വിജയം. ഇന്തോനേഷ്യക്കെതിരെ അവർ 3 മത്സരം കളിച്ച് 3 മത്സരവും പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇന്തോനേഷ്യ ഇത്തവണത്തെ വിയറ്റ്നാമിൻ്റെ ഒരു അന്തകന്മാരായിരുന്നു. ഏഷ്യൻ കപ്പിൽ നിന്ന് അവരെ നോക്കൗട്ട് ചെയ്യിച്ചു. വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ 3rd റൗണ്ടിൽ കടക്കുന്നതിൽ നിന്ന് അവരെ മറിച്ചിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ വിയറ്റ്നാമിന് മുന്നിലുണ്ട്. അപ്പം വിയറ്റ്നാമിൻ്റെ ഒരു സാഹചര്യം ഇപ്പം നിലവിൽ അത്ര മികച്ചതല്ല എന്നുള്ളതാണ്. എന്നാൽ ലെബനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു റാങ്കിങ് മാത്രം താഴെ, അതായത് 117-ാം സ്ഥാനത്താണ് ലെബനാൻ ഉള്ളത്. ലെബനാനെതിരെ നമ്മൾ സമീപകാലത്ത് കളിച്ചപ്പോൾ കൂടുതൽ മത്സരങ്ങളിലും നമുക്കാണ് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും ലെബനനും ഈ വർഷം അത്ര മികച്ചതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിജയിച്ചത് ബംഗ്ലാദേശിനെതിരെ ഒരു വിജയമാണ്, പിന്നെ ചൈനയ്ക്കെതിരെയും അതുപോലെ തന്നെ പലസ്തീനെതിരെ ഒരു ഡ്രോ നേടിയിരുന്നു. ബാക്കി മത്സരങ്ങളെല്ലാം പരാജയപ്പെട്ടു. പിന്നെ ഈ 2 ടീമുകളും അത്ര നന്നായിട്ട് കളിക്കാത്തതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ഏഷ്യൻ കപ്പിലേക്ക് ആണെങ്കിലും ആ ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സെയിം ഒരേ തോണിയിലെ ഒരേ ദിശയിലേക്ക് തുഴയുന്ന ആളുകൾ തന്നെയാണ്. അപ്പം നമുക്ക് ഇനിയൊരു ഗിയർ ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ പുതിയ കോച്ച് വന്ന് എന്ത് ചേഞ്ച് നമ്മളുടെ മാച്ചസിലൊക്കെ റിസൾട്ട് ഉണ്ടാക്കുമെന്നുള്ളതാണ് നോക്കിയാണ്ട്. അത് പറഞ്ഞതുപോലെയാണ്, പോസിറ്റീവായിട്ടൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ അത് നല്ലതാണ്. എന്താണെങ്കിലും നമുക്ക് ഇൻ്റർ കോണ്ടിനെൻ്റൽ ഇന്ത്യയിലായിരിക്കും കളിക്കുന്നുണ്ടാകുക. അപ്പം സെപ്റ്റംബറിൽ ആദ്യത്തെ നമ്മുടെ പുതിയ കോച്ചിൻ്റെ അണ്ടറിൽ വരുന്ന മത്സരം ഇന്ത്യയിൽ കളിച്ചു തുടങ്ങാൻ പറ്റും എന്നുള്ളതും അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ മറ്റേ കാണിയാണ്.